സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവികയെ വിളിച്ച് കോൾ എടുക്കാഞ്ഞിട്ട് രജനിയാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട്. അച്ഛനോട് പരാതി പറയാൻ ഇതുപോലെ ഗിരീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും ഗിരീഷിനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് 2 തവണ ദേവികയെ വിളിച്ചിട്ട് ദേവിക കോൾ എടുത്തില്ല. മനഃപൂർവ്വമായിരിക്കും ഗിരീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്, അറിഞ്ഞുകൊണ്ടായിരിക്കും ഇപ്പോൾ കോൾ എടുക്കാത്തത് എന്നൊക്കെ പറയുമ്പം സിദ്ധു പറയുന്നുണ്ട്, അങ്ങനെ ദേവിക കോൾ എടുത്താൽ പോലും ദേവികയായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് സംഘടനകൾ തമ്മിലുള്ള പ്രശ്നമാണ്, അതുകൊണ്ട് സംഘടനകൾ തന്നെയാണ് ഇതിനൊരു തീരുമാനമെടുക്കേണ്ടത്, അല്ലാതെ ദേവികയല്ല, അവർ തന്നെ അറസ്റ്റ് ചെയ്ത വ്യക്തികളെ പുറത്തിറക്കിക്കോളൂ എന്നൊക്കെ പറയുമ്പം രജനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അച്ഛൻ മക്കളെ 2 പേരെയും 2 ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒന്നെൻ്റെ ഭർത്താവ് ഗിരീഷ് എതിർ പാർട്ടിക്കാരനാണ്, പിന്നെ മകൻ്റെ ഭാര്യയെ കാണുന്നത് പോലെയല്ല മകളുടെ ഭർത്താവിനെ കണക്കാക്കുന്നത്. അച്ഛന് നല്ല തരംതിരിവുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ വിഷമിച്ച് പോകുന്ന സമയത്ത് നന്ദു ആണെങ്കിൽ പിന്നാലെ വിളിക്കുമ്പോൾ നീ ഒന്ന് പോടാ, നീ എനിക്ക് തരുന്ന വിലയ്ക്കനുസരിച്ചാണ് നിൻ്റെ ഭാര്യ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാത്തേ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും നന്ദന് വല്ലാതെ വിഷമമാകുന്നുണ്ട്. നന്ദൻ പറയുന്നുണ്ട് അച്ഛനോട്, എന്തായാലും ചേച്ചിയോട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഗിരീഷ് ഏട്ടനെ പുറത്തിറക്കണ്ടേ എന്ന് ചോദിക്കുമ്പം തൻ്റെ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല സിദ്ധു. എന്നാൽ കാര്യങ്ങളെല്ലാം നന്ദനാണെങ്കിൽ ദേവികയെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോഴും ദേവിക കോൾ എടുത്ത് കാര്യങ്ങളെല്ലാം അറിയുമ്പം ഗിരീഷ് ഏട്ടൻ ഒരിക്കലും മോശപ്പെട്ട ഒരു കാര്യം ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് സ്റ്റേഷനിൽ പോയി പുറത്തിറക്കാമെന്നൊക്കെ പാക്കു പറയുന്നു. അതേസമയം പ്രഭാവതിയും ചന്ദ്രമതിയും കൂടി ക്ഷേത്രത്തിലൊക്കെ പോയി മീരയുടെ ഓർമ്മ ദിവസം ചെയ്യേണ്ട ചടങ്ങുകളെല്ലാം ചെയ്ത് തിരികെ വരുന്ന സമയത്ത് ഋഷിയും കൂട്ടുകാരും കൂടി അവരെ അവിടെ തടഞ്ഞു നിർത്തി ഒരുപാട് സംസാരിച്ച് അപമാനിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു കൂട്ടുകാരൻ വീഡിയോ ആയിട്ട് എടുക്കുന്നു. ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് നിയന്ത്രണം വിട്ട് ഋഷിയുടെ കരണം താഞ്ഞടിക്കുന്ന സമയത്ത് പ്രഭാവതിയാണെങ്കിൽ ചന്ദ്രമതിയെ വലിച്ച് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ ഋഷിക്ക് വന്ന കാര്യമെല്ലാം നടന്നു എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഈ വീഡിയോ അധികം താമസിക്കാതെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമെന്നും എൻ്റെ കാമുകി ലീന മരണപ്പെട്ടതിൻ്റെ കാരണക്കാരി പ്രഭാവതിയാണെന്നുള്ള കാര്യം അധികം താമസിക്കാതെ ഞാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരെയും അറിയിക്കുമെന്ന് പറയുമ്പം ത്യാഗരാജനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. ത്യാഗരാജൻ പറയുന്നു, നീ തകർത്തടാ മോനെ, അപ്പം യുദ്ധം തുടങ്ങുകയല്ലേ. ത്യാഗരാജൻ ശരിക്കും എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ചന്ദ്രോത്ത് വീട്ടുകാരോടുള്ള പക ഋഷിയോട് ചേർന്ന് നിന്ന് വീട്ടാനൊരുങ്ങുമ്പം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രഭാവതി ചന്ദ്രമതിയോട് പറയുന്നു, ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും നന്ദനോടും ദേവികയോടും സിദ്ധുവിനോടൊന്നും പറയരുത്, കാരണം എന്നെ അപമാനിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ അവർ പ്രതികാരം കൊണ്ട് ഉറപ്പായിട്ടും ഋഷിയോടും അരുന്ധതിയോടും പകരം ചോദിക്കാൻ പോവും, അത് ഞങ്ങളുടെ വീട്ടിൻ്റെ സമാധാനം നഷ്ടമാക്കും, ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഈ ഒരു സമാധാന അന്തരീക്ഷത്തിലൂടെയെങ്കിലും ഇപ്പം ജീവിക്കുന്നത്, അത് നമ്മളായിട്ട് കളയുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നു, നീ പറയുന്നതിലും കാര്യമുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയുന്നില്ലെന്ന്. എന്നാൽ ദേവികയാണെങ്കിൽ സ്റ്റേഷനിൽ ചെന്ന് ഗിരീഷിനെ പുറത്തിറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പോലീസ് ഓഫീസറാണെങ്കിൽ പറയുന്നുണ്ട്, ഇത് സംഘടനകൾ തമ്മിലുള്ള തർക്കമാണ്, അതുകൊണ്ട് FIR ഒന്നും ഇട്ടിട്ടില്ല, സംഘടനകൾ ചർച്ച ചെയ്ത് അതിലൊരു കോംപ്രമൈസ് വരുമ്പോഴത്തേക്കും അവരായിട്ട് തന്നെ ഇവരെ പുറത്തു വിടാൻ പറയും, അങ്ങനെ വിട്ടാൽ പോരെ, MLA ഈ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വഴി നല്ലത് എന്ന് പറയുമ്പോൾ ഗിരീഷിനെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഗിരീഷിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തെറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്കറിയാൻ പറ്റിയത്, അതുകൊണ്ട് ഇപ്പം തന്നെ എനിക്ക് അദ്ദേഹത്തെ പുറത്തിറക്കിയേ പറ്റുള്ളൂ വാശി പിടിക്കുന്നുണ്ട് ദേവിക. എത്രയൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഓഫീസർ ശ്രമിക്കുന്നു എങ്കിലും അതൊന്നും മനസ്സിലാകുന്നില്ല നമ്മുടെ ദേവികയ്ക്ക്. ദേവികയെ സംബന്ധിച്ച് ഗിരീഷ് തൻ്റെ ഏട്ടനാണ്, ഏട്ടന് തുല്യമായിട്ടുള്ള ഒരാളെന്ന് മാത്രമല്ല അധികം തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാത്ത ഒരാളായതുകൊണ്ട് ഈ കാര്യത്തിലും ഗിരീഷിൻ്റെ ഭാഗത്തായിരിക്കും ന്യായമെന്ന് ഉറപ്പുണ്ട്. അതേസമയം ഓഫീസർ പറയുന്നുണ്ട്, എനിക്കെന്തായാലും മേലുദ്യോഗസ്ഥരോട് അനുവാദം ചോദിക്കാതെ ഇദ്ദേഹത്തെ പുറത്തു വിടാൻ പറ്റില്ല, കാരണം സംഘടനകൾ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ട് അവർ പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ MLA വന്ന് പറഞ്ഞതിൻ്റെ പേര് എനിക്ക് പുറത്തു വിട്ടേ പറ്റുള്ളൂ ഓഫീസർ പറയുന്നുണ്ട്. അങ്ങനെ MLA ഈ കാര്യത്തിൽ ഇടപെട്ടെന്നുള്ള കാര്യം എല്ലാവരും അറിയുന്നു, അത് നമ്മുടെ സിദ്ധാർത്ഥനും അറിയുന്നുണ്ട്. ഗിരീഷിനെ പുറത്തിറക്കി വീട്ടിൽ വരുന്നതിന് മുമ്പിട്ട് തന്നെ നമ്മുടെ പ്രഭാവതി ചന്ദ്രോത്ത് വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ സിദ്ധു ആണെങ്കിൽ കലി അടക്കാനാകാതെ പ്രഭാവതിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഞാൻ അപ്പോഴേ നന്ദനോടും രജനിയോടും പറഞ്ഞതാണ്, സംഘടനകൾ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ട് നമ്മൾ ആരും ഇടപെടുന്നത് ശരിയല്ല, അവർ തന്നെ ഈ പ്രശ്നം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയതിന് ശേഷം അവർ തന്നെ ആളുകളെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കിയേനെ, ഞാൻ നന്ദനോടും പറഞ്ഞതാ, അത് കേൾക്കാതെ അവൻ പറഞ്ഞ് ദേവിയെ കൊണ്ട് ഗിരീഷിനെ പുറത്തിറക്കിയിരിക്കുന്നു.
നാട്ടുകാരെല്ലാം കൂടി ജയിപ്പിച്ച് വിട്ടിരിക്കുന്നത് തന്നിഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കാനല്ല എന്നൊക്കെ പറഞ്ഞ് സിദ്ധു ആണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പം പ്രഭാവതി പറയുന്നുണ്ട്, സിദ്ധു അവൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, തൽക്കാലം അവളോട് ചൂടാവണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുവെങ്കിലും സിദ്ധുവിനാണെങ്കിൽ ദേഷ്യം മാറുന്നില്ല. ആ കറക്റ്റ് സമയത്ത് തന്നെ ദേവിക അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ദേവികയെ കാണുന്നതും സിദ്ധു കലിയടക്കാനാകാതെ പല കാര്യങ്ങളും നിയന്ത്രണം വിട്ട് പറയുന്നുണ്ട്. ആരോട് ചോദിച്ചിട്ടാണ് ഗിരീഷിനെ പുറത്തിറക്കിയത്? ജനങ്ങൾ നിന്നെ വോട്ട് തന്ന് ജയിപ്പിച്ചിരിക്കുന്നത് തന്നിഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കാനല്ല, അതച്ഛാ ഗിരീഷ് ഏട്ടൻ ആയതുകൊണ്ടാണെന്ന് പറയുമ്പം ഏത് ഏട്ടനായാലും നിനക്ക് നിൻ്റെ ഏട്ടൻ വലുതായിരിക്കും, പക്ഷേ സംഘടനകൾക്ക് അങ്ങനല്ല, സംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ പോകരുതെന്ന് പറഞ്ഞിട്ട് നീ എന്തുകൊണ്ട് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ദേവികയ്ക്കാണെങ്കിൽ വല്ലാതെ വിഷമമാകുന്നു. ദേവിക കരയുന്നത് കണ്ടിട്ട് പ്രഭാവതി ആണെങ്കിൽ സിദ്ധുവിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ ദേവിക വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് നന്ദനാണെങ്കിൽ പോയി സമാധാനിപ്പിക്കുന്ന സമയത്ത് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇതിനെ തുടർന്നുണ്ടാകുന്നത്, അച്ഛനാണെങ്കിൽ എന്നോട് വല്ലാത്ത ദേഷ്യമായി എന്നൊക്കെ പറഞ്ഞ് അവൾ സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരിക്കാം. എന്തായാലും രജനിക്ക് ദേവികയോടുള്ള പിണക്കം മാറുമ്പോഴത്തേക്കും സിദ്ധുവിന് ദേവികയോട് പിണക്കമാകുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.